So we will be discussing about the valence bond theory. PPT എന്ന് പറയും വാലൻസ് ബോണ്ട് തിയറിയെ പറ്റി നമ്മൾ പറഞ്ഞത് അതിന് നമ്മൾ എക്സ്പ്ലനേഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. കുറേ എക്സാമ്പിൾസ് കണ്ടു കഴിഞ്ഞു. അത്രയൊക്കെ അതിന് പറയേണ്ട ആവശ്യമുള്ളൂ. ഇനി നമുക്ക് അതിൽ എന്തൊക്കെയാണ് ഇതുകൊണ്ട് വാട്ട് ആർ ദി മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് എ വാലൻസ് ബോണ്ട് തിയറി. The main merits of valence bond theory is that it is a very simple theory. Very simple ആണ് നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയ തിയറിയാണ് ഇതിൽ ഒന്നാമത്തെ മെറിറ്റ്. രണ്ടാമത്തെ മെറിറ്റ് ഇറ്റ് ക്യാൻ ക്ലിയർലി എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ. മനസ്സിലായി എന്തുകൊണ്ടാണ് അത് ടെട്രാഹെഡ്രൽ ആയത്, എന്തുകൊണ്ടാണ് അത് ഒക്ടാഹെഡ്രൽ ആയത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. എന്തുകൊണ്ടാണ് ഫോർ കോർഡിനേറ്റ് കോംപ്ലക്സ് ചിലത് ടെട്രാഹെഡ്രൽ ആയത്, ചിലത് സ്ക്വയർ പ്ലാനർ ആയത് അല്ലേ. നമ്മൾ കണ്ടിട്ട് NiCl4 കഴിഞ്ഞ ക്ലാസ് കണ്ടാണ് NiCl4 ക്ലോറൈഡിന്റെ സ്ഥാനത്ത് സയനൈഡ് വന്നാലോ ദിസ് ഈസ് എ ടെട്രാഹെഡ്രൽ, ദിസ് ഈസ് എ സ്ക്വയർ പ്ലാനർ. ഇതിന്റെ കാര്യമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒന്ന് sp3 ആണ്, മറ്റേത് DsP2 ആണ്. അത് ഇതിന്റെ വേറെ അഡ്വാൻറ്റേജ് ആണ്. കൃത്യമായിട്ട് അതിന്റെ സ്ട്രക്ചർ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് നമുക്ക് എന്തുകൊണ്ടാണ് വന്നു നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. മൂന്നാമത്തേത് ഇറ്റ് ക്യാൻ എക്സ്പ്ലെയിൻ ദ മാഗ്നറ്റിക് ബിഹേവിയർ. എന്തുകൊണ്ട് അത് പാരാമാഗ്നറ്റിക് ആയി, എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇത് പാരാമാഗ്നറ്റിക്, എന്തുകൊണ്ട് മറ്റേ ഡയമാഗ്നറ്റിക് ആണ്, എന്തുകൊണ്ട് ഒരേപോലെ രണ്ട് കോംപ്ലക്സ് അത് നമ്മൾ കണ്ടിട്ടുണ്ട്. Fe(CN6)4- is diamagnetic. At the same time സയനൈഡിന്റെ സ്ഥാനത്ത് ഫ്ലൂറൈഡ് വന്നാൽ അതെന്താണ്, അത് പാരാമാഗ്നറ്റിക്. ഇത് ഡയമാഗ്നറ്റിക് ആണ്, ഇത് പാരാമാഗ്നറ്റിക് ആണ്. അതിന്റെ കാരണം നമ്മൾ എന്താ കണ്ടത്, ഇതില് അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല, ഇതിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളതായിരുന്നു. അപ്പൊ ഇപ്പോൾ വളരെ സിമ്പിൾ ആണെന്നുള്ളൊരു കാര്യം. പിന്നെന്താണ് അതിന്റെ സ്ട്രക്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് അത് ടെട്രാഹെഡ്രലായി, എന്തുകൊണ്ട് സ്ക്വയർ പ്ലാനറായി, എന്തുകൊണ്ട് മറ്റേ വൈബ്രമിഡായി നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും based on the valence bond theory. And also can explain the magnetic behavior, why it is paramagnetic and why some of them are diamagnetic. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നതാണ് വാലൻസ് ബോണ്ട്. ഇത് പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ at the same time it has some disadvantages or demerits also. പ്രധാന ഡിമെറിറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട ഡിമെറിറ്റ് വാലൻസ് ബോണ്ട് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ many of the transition metal complexes are colored, and we know the color of the compound is usually due to the absorption of light in the visible range, and the absorption of light in the visible range is usually as a result of electronic transitions. ഗ്രൗണ്ട് സ്റ്റേറ്റും എക്സൈറ്റ് സ്റ്റേറ്റും തമ്മിലുള്ള ട്രാൻസിഷൻ നടക്കുമ്പോഴാണ് സാധാരണഗതിയിൽ UV അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നത്. ഇലക്ട്രോണിക് ട്രാൻസിഷൻ ആണ് നടക്കുന്നത് അവിടെ. ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് why such transitions are taking place, which is the ground state, which is the excited state, different states, excited states, that is not explained in the valence bond theory. എന്ന് പറഞ്ഞാൽ valence bond theory cannot explain simply the color of transition metal complexes or compounds. Compounds ആയാലും കോംപ്ലക്സ് ആയാലും ഒന്നിന്റെ കളർ എന്തുകൊണ്ട് ചിലത് നിക്കലിന്റെ സോൾട്ടുകൾ നീലയായി, കോപ്പർ പച്ചയായി, മറ്റെന്താണ് വയലറ്റായി എന്നുള്ള കാര്യമൊന്നും അത്ര കൃത്യമായിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല വാലൻസ് ബോണ്ട് തിയറി. രണ്ടുപേർക്ക് പറയും the electronic spectra, അത് കുറച്ച് സയന്റിഫിക് ആയിട്ടാണ്, cannot be explained. Or you can say the valence bond theory does not consider the different electronically excited states. It only considers the ground state. ഈ പറയുന്നതിന് ഒരേ അർത്ഥമാണ്. ഗ്രൗണ്ട് സ്റ്റേറ്റ് മാത്രം കൺസിഡർ ചെയ്യുന്നു, എക്സൈറ്റ് സ്റ്റേറ്റ് കൺസിഡർ ചെയ്യുന്നില്ല എന്ന് പറയുന്നതും, അതിന്റെ ഇലക്ട്രോണിക് സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതും, അതിന്റെ കളർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതും എല്ലാം ഒരേ കാര്യം തന്നെയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്രോബാക്ക് ആണ് വാലൻസ് ബോണ്ട് തിയറിയുടെ. cannot explain the ഏറ്റവും ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ cannot explain the color of the transition metal complexes. Transition metal complexes, many of the transition metal complexes are colored. They have distinct color, and this color cannot be explained by valence bond theory. But it is somewhat a qualitative approach. There is no quantitative approach in the valence bond theory. അതൊരു qualitative approach. There is no sound theoretical basis for valence bond theory. Valence bond theory കൃത്യമായൊരു theoretical basis ഇല്ല എന്നുള്ളതാണ് എൻ്റെ വേറൊരു ഡ്രോബാക്ക്. ഓക്കെ. Moreover, we have seen that നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലോറൈഡും ഫ്ലോറൈഡും ഒക്കെ വീക്ക് ലിഗൻഡ് ആണ്, അതേ സമയത്ത് സയനൈഡ് കാർബോണസ് ഒക്കെ സ്ട്രോങ് ലിഗൻഡ് ആണെന്നൊക്കെ പറഞ്ഞു. ആ ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത് എവിടുന്നാണ്? ദാറ്റ് ഈസ് ഫ്രോം എക്സ്പീരിയൻസ് ഓൺലി.
പല കോംപ്ലക്സ് ഇല്ല, ഒരുപാട് കോംപ്ലക്സ് സ്റ്റഡി ചെയ്യുമ്പോൾ സയനൈഡ് ഒരു സ്ട്രോങ് ലിഗൻഡായി ബിഹേവ് ചെയ്യുന്നു. വൈ സയനൈഡ് ഇസ് എ സ്ട്രോങ് ലിഗൻഡ്? വൈ ഫ്ലൂറൈഡ് ഇസ് എ വീക്ക് ലിഗൻഡ്? വൈ അമോണിയ ഇസ് എ ലിഗൻഡ് ഓഫ് ഇന്റർമീഡിയറ്റ് സ്ട്രെങ്ത്? അതിന്റെ സ്ട്രെങ്ത് that is not accounted for in the valence bond theory. മനസ്സിലായില്ലേ? ഒന്ന് സ്ട്രോങ് ലിഗൻഡ് ആണ്, വീക്ക് ലിഗൻഡ് നമ്മൾ പറയാൻ നമ്മുടെ പരിചയത്തിന്റെ പേരിൽ എക്സ്പീരിയൻസ് എന്ന് പറയാന്നല്ലാതെ അതിനൊരു തിയററ്റിക്കൽ ബേസിസ് ആർക്കില്ല, വാലൻസ് ബോണ്ട് തിയറിക്കില്ല. Of course we say and we know that fluoride or chloride is a weak ligand, cyanide or carbon monoxide or ethylene is a strong ligand, water, ammonia etc. are ligands of intermediate strength. ഇതൊക്കെ നമുക്കറിയാം, നമ്മുടെ അനുഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റഡീസിൽ നിന്ന് മനസ്സിലാവുന്നതാണ്. അതിന്റെ തിയറി കൃത്യമായിട്ട് എന്തുകൊണ്ടാണെന്ന് വാലൻസ് ബോണ്ട് തിയറി പറയുന്നില്ല. അത് വേറൊരു ഡ്രോബാക്ക് ആണ് വാലൻസ് ബോണ്ട് തിയറിയുടേത്. മനസ്സിലായില്ല? അതുകൊണ്ട് തന്നെ ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ഓർ ഇറ്റ് കനോട്ട് പ്രെഡിക്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ഷേപ്പിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, പക്ഷേ ഷേപ്പിനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല വാലൻസ് ബോണ്ട് തിയറിക്ക്. പറ്റണമെങ്കിൽ എന്ത് വേണം? ലിഗൻഡ് സ്ട്രോങ് ആണോ വീക്ക് ആണോ കൃത്യമായിട്ട് അറിയണം. അതറിയില്ല. ഓഫ് കോഴ്സ് നമ്മൾ അറിയുന്നത് എന്താണ്? അത് പല എക്സാമ്പിൾസ് ഒന്നും കണ്ടപ്പോൾ മനസ്സിലാകുന്നതാണ്. വാലൻസ് ബോണ്ട് തിയറി ക്ലോറൈഡും ഫ്ലൂറൈഡും ഒക്കെ വീക്ക് ലിഗൻഡ് ആണെന്നും സയനൈഡും കാർബണോസും ഒക്കെ സ്ട്രോങ് ലിഗൻഡ് ആണ്. അങ്ങനെ ചില ഡ്രോബാക്സ്, പ്രധാനപ്പെട്ട ചില ഡ്രോബാക്സ് വാലൻസ് ബോണ്ട് തിയറിക്ക് ഉണ്ട്. പലപ്പോഴും ചില അപൂർവ കേസുകളിലെങ്കിലും ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ വൈ. നമ്മൾ കോപ്പറിന്റെ ഒരു കേസ് കണ്ടു. കോപ്പറിന്റെ അമോണിയ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടാണ് കോപ്പർ അമോണിയ കോംപ്ലക്സ് CU എന്ന് വീണ്ടും വിശദീകരിക്കാൻ സമയമില്ല. CU3 4 times 2+ കോപ്പർ 9 ഇലക്ട്രോൺ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അതുപോലെ തന്നെ ഡി ഓർബിറ്റൽസ് ഒന്നും വേക്കന്റ് അല്ല. DsP2 ഹൈബ്രിഡൈസേഷൻ പോസിബിൾ ആവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇതില് എന്താവാനാണ് സാധ്യത? ഇത് ടെട്രാഹെഡ്രൽ ആവാനാണ് സാധ്യത. പക്ഷെ അത് തെറ്റാണ്. അതെന്താണ്? ദാറ്റ് ഈസ് ആക്ച്വലി സ്ക്വയർ പ്ലാനാർ. ആ ഇലക്ട്രോൺ ഇവിടുന്ന് ചാടി അപ്പുറം കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടുണ്ട്. ഇവിടെ പറയുന്ന സമയത്തോടാണ് ക്ഷമിക്കുക. You can see that yes, as predicted by valence bond theory, this is a square tetrahedral complex, but actually it is a square planar complex. ഈ കേസ് ഇതുപോലത്തെ അപൂർവ കേസുകൾ നിക്കലിന്റെ കേസ് അതുപോലെയാണ്. സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സസ് ഓഫ് നിക്കൽ as predicted by valence bond theory are diamagnetic. നമുക്കറിയാം നിക്കലിന്റെ സ്ക്വയർ നിക്കൽ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാൽ വീണ്ടും വിശദീകരിക്കുന്നില്ല. D8 ആണ്. 1 2 3 4 5 6 7 DsP. DsP2 ഹൈബ്രിഡൈസേഷൻ ആണ്. സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് ഓഫ് നിക്കൽ ഉള്ളത് 8 ഇലക്ട്രോൺസ് ഉണ്ട്. 8 ഇലക്ട്രോൺസും പെയറായിട്ട് നിൽക്കുകയാണ്. There is no unpaired electron and it should be diamagnetic. But it is seen that some of the square planar complexes of nickel are actually paramagnetic, and in that case it is seen that this electron is shifted to this രണ്ട് unpaired electron ആയിട്ട് അങ്ങനെ നമ്മൾ കോപ്പർ കേസ് പറഞ്ഞ പോലെ തന്നെ അപൂർവ കേസുകളിൽ നിക്കലിന്റെ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സസ് എന്താണ്? പാരാമാഗ്നറ്റിക് ആണ്. As predicted by valence bond theory, the square planar complex of nickel should be diamagnetic, but there are cases where they are paramagnetic. That also is not accounted for in the valence bond theory. അപ്പോൾ അങ്ങനത്തെ അബ്നോർമാലിറ്റീസിലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മുടെ വാലൻസ് ബോണ്ട് തിയറി കൊണ്ട് നമുക്ക് പറ്റുന്നില്ല. ഇതൊക്കെയാണ് വാലൻസ് ബോണ്ട് തിയറിയുടെ പ്രധാനപ്പെട്ട ഡ്രോബാക്സ്. ഓക്കെ, ഏറ്റവും പ്രധാനം എന്താണ്? അതിന്റെ കളർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. മനസ്സിലായില്ലേ? നമുക്ക് അടുത്ത തിയറിയിലേക്ക് പോവാം. ദാറ്റ് ഈസ് ദ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. abbreviated as CFT. നേരത്തെ എന്തായിരുന്നു? FOT. ഇത് CFT, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. Here the approach is entirely different from that of the VBT. VBT യുടെ approach തികച്ചും വ്യത്യസ്തമായ ഒരു approach ആണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. In this the metal ion complex എന്തൊക്കെയാണത്? metal ion, central metal ion, കുറെ ligands. The metal ion and the ligands are considered as a point charges. And the interaction between the metal and the ligands are considered to be purely electrostatic.
ഒരു അയോണിക് ഇന്ററാക്ഷൻ പോലെയാണ് മെറ്റൽ ലിഗാൻഡ് ബോണ്ടിനെ അവിടെ കാണുന്നത് എന്നർത്ഥം. The metal atom is considered as a point positive charge and the ligand is considered as point negative charge. Metal atom മിക്കവാറും അയോൺ ആയിരിക്കും. അയോണിന്റെ ആറ്റം അല്ല എന്തായാലും ശരി. That is considered as a positive charge because it is attracting electrons towards it, and the ligand, this is a metal, this is a ligand, are considered as negative charges. And the interaction between these two, that is the metal and the ligand, is a purely electrostatic interaction. That is just like the attraction between sodium and chloride ion in sodium chloride. Sodium ion, chloride ion, sodium chloride എങ്ങനെയാണ് attract ചെയ്യപ്പെടുന്നത് അതേപോലെ ഒരു കോംപ്ലക്സിൽ മെറ്റൽ is considered as a positive charge, the ligand is considered as a point negative point, ചെറിയൊരു negative charge, and the interaction is considered to be purely electrostatic. Okay, and the main consideration is the effect of this ligands, that is negative charges, when it is present around the metal ion ചുറ്റും negative charges ഇങ്ങനെ സറൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. നമുക്കറിയാം മെറ്റൽസ് ലിഗാൻഡ്സ് ഇപ്പോൾ CO NH3 6 times 3+ അല്ലെങ്കിൽ Fe Cn 6 times 4- അല്ലെങ്കിൽ CO Cn 4-. ഇതിലൊക്കെ ഈ കൊബാൾട്ടിന്റെയോ അയണിന്റെയോ കൊബാൾട്ടിന്റെയോ മെറ്റലാറ്റത്തിന്റെ ചുറ്റും 4, 5, 6 ലിഗൻഡ്സ് സറൗണ്ട് ചെയ്തിരിക്കുമ്പോൾ ഈ മെറ്റലാറ്റത്തിന്റെ ഡി ഓർബിറ്റൽസിൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഇറ്റ് ഫോക്കസസ് മെയിൻലി ഓൺ ദി ഇഫക്റ്റ് ഓഫ് the presence of these negative ligands. Ligands are considered as, നമുക്കറിയാം ligands may be anionic, cationic or neutral. എന്തായാലും in the crystal field theory this is considered as a negative charge. Why it is considered as negative charge? Because the ligand is actually donating a pair of electrons. അപ്പോൾ അത് പോസിറ്റീവ് ചാർജ് ആയാലും നെഗറ്റീവ് ചാർജ് ആയാലും ചാർജ് ഇല്ലെങ്കിലും അതിന്റെ നെഗറ്റീവ് എൻഡ് ആണ് എങ്ങോട്ടേക്ക് തിരിയുന്നത്, മെറ്റലിലേക്ക് തിരിയുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് എ പെയർ ഓഫ് ഇലക്ട്രോൺസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് കണ്ടു, ഇവിടെയുള്ള ഇലക്ട്രോൺ പെയർ ഇവിടെയുള്ള വേക്കന്റ് ഓർബിറ്റിലേക്ക് കൊടുക്കുകയാണ്. ഇവിടെ ഓർബിറ്റിനെ പറ്റി മിണ്ടുന്നില്ല. എന്താണ് പറയുന്നത്? ദിസ് ഈസ് എ നെഗറ്റീവ് ചാർജ്, ദിസ് എ പോസിറ്റീവ് ചാർജ്, ആൻഡ് ദ interaction is purely electrostatic. So sometimes it is called the electrostatic crystal field theory എന്നും പറയും. ഇലക്ട്രോസ്റ്റാറ്റിക് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്നും അതിന് പറയും. ഈ തിയറി മനസ്സിലായില്ലേ? അപ്പൊ ഇതിലേക്ക് പോകും മുമ്പേ നമുക്ക് ചെറിയ ഒന്നിനോട് കാര്യങ്ങൾ റീകലക്ട് ചെയ്യാനുണ്ട്. വളരെ സിമ്പിളാണ്. ദാറ്റ് ഈസ് അബൌട്ട് ദി ഓർബിറ്റൽസ്. നിങ്ങൾ ഓർബിറ്റൽസ് പഠി S ഓർബിറ്റൽസ്, P ഓർബിറ്റൽസ്, D ഓർബിറ്റൽസ് ആൻഡ് F ഓർബിറ്റൽസ്. എഫിനെ പറ്റി അധികം ബേജാറാണ്ട. S, P and D ഓർബിറ്റൽസ് നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കണം. കാരണം ഇത് പറഞ്ഞ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിലും അത് കഴിഞ്ഞ് വരുന്ന മോളിക്കുലർ ഓർബിറ്റൽ തിയറിയിലൊക്കെ ഇത് വളരെ പ്രധാനമാണ്. S ഓർബിറ്റലും ഓരോ ഓർബിറ്റലും അതിന്റെ ഓറിയന്റേഷൻ വിത്ത് റെസ്പെക്ട് ടു ദ 3 ആക്സസ്. നമുക്കറിയാം 3 X ആക്സിസ്, Y ആക്സിസ്, Z ആക്സിസ്. ഈ ആക്സസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓരോ ഓർബിറ്റലിന്റെയും ഓറിയന്റേഷൻ എന്താണ് നമ്മൾ കൃത്യം നമുക്ക് അറിയുന്ന കാര്യമാണ്. ഒന്ന് റീകലക്ട് ചെയ്യാൻ പറയുന്നത്. S ഓർബിറ്റൽ ഇത് X ആക്സിസ്, ഇത് Y ആക്സിസ്. സ്വാഭാവികമായും Z ആക്സിസിന് പെർപെൻഡിക്കുലർ നമ്മളിപ്പോൾ ഇങ്ങനെ വരച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് യു നോ this is the origin, and you can see that the S orbital is like this, spherically symmetric ആയിട്ടുള്ള ഓർബിറ്റലാണ് S orbital. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓക്കെ, അത് X ആക്സും Y Z ആക്സും കൂടി ഒറിജിന് ചുറ്റും വ്യാപിച്ചു കിടക്കുന്ന ഒരു S. ഇത് ഇലക്ട്രോൺ ക്ലൗഡ് S ഓർബിറ്റൽ ഇങ്ങനെ ഉണ്ടാവും, നമുക്കറിയുന്ന കാര്യമാണ്. അതേപോലെ P ഓർബിറ്റൽ. P ഓർബിറ്റൽ 3 തരമുണ്ട്, നമുക്കറിയാം. 3 എണ്ണം ഉണ്ട്. എന്തൊക്കെയാണ്? PX, PY and PZ. And you know a px orbital, any p orbital is having a dumbbell shape, and a px orbital is along x axis. py എങ്ങനെയാണ്? along y axis. pz എങ്ങനെയാണ്? along z. അതിന് യാതൊരു കൺഫ്യൂഷനും ഇല്ല. ശ്രദ്ധിക്കുക, ആക്സിസിലെ കൂടിയാണ് അത്. എന്താണ് അത് ഡംബൽ ഷേപ്പ് ആണ്. കാരണം ഓർബിറ്റൽ നമ്മൾ ചെറിയ സൈനൊക്കെ എഴുതാറുണ്ട്. ഇവിടെ പ്ലസ് എന്ന് എഴുതും, ഇവിടെ മൈനസ് എന്ന് എഴുതും. അതിനെ പറ്റി നിങ്ങൾ അധികം ബോധമുണ്ട്, നേരത്തെ പഠിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ പഠിച്ചില്ലെങ്കിലും ഡോണ്ട് വറി. പി എക്സ് ഓർബിറ്റൽ പി ഓർബിറ്റൽ എന്ത് വ്യത്യാസമുള്ള? ഒരു വ്യത്യാസമില്ല. പി എക്സ് ഓർബിറ്റൽ ഇസ് അലോങ് എക്സ് ആക്സിസ്, പി വൈ ഓർബിറ്റൽ ഇസ് അലോങ് വൈ ആക്സിസ്, പി സെഡ് ഓർബിറ്റൽ ഇസ് അലോങ് ദി സെഡ് ആക്സിസ്. 3 തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഡോണ്ട് തിങ്ക് ദാറ്റ് പി എക്സ് ഇസ് ഡിഫറെന്റ് ഫ്രം പി വൈ ഓർ പി വൈ ഇസ് ഡിഫറെന്റ് ഫ്രം പി സെഡ്.
Why? Because x-axis, y-axis, z-axis are identical. No difference at all. Only difference is in the relative orientation. ഒന്ന് ഈ ഡയറക്ഷനിലാണെങ്കിൽ മറ്റേതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, മൂന്നാമത്തേത് രണ്ടിനും പെർപെൻഡിക്കുലർ. ഒന്നെന്ന് പറഞ്ഞാൽ എക്സോ വൈയോ സെഡോ എന്തോ ആവാം, മനസ്സിലായില്ലേ? ഇത് എക്സ് ആണെങ്കിൽ ഇത് വൈ, ഇത് സെഡ്, അത്ര മാത്രമേ ഉള്ളൂ. ദേ ആർ അറ്റ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. സോ ഇഫ് യു ആർ ആസ്ക്ഡ് ടു ഡ്രോ പി സെഡ് ഓർബിറ്റൽ, നമ്മൾ ഈ സെഡ് ആക്സിസ് എങ്ങനെയാണെന്ന് വിഷമിക്കണ്ട. പി സെഡ് ഓർബിറ്റൽ വരക്കാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വരക്കാം? ഇവിടെ സെഡ് ആക്സിസ് കാണിക്കുക, ഇവിടെ എക്സ് ആക്സിസ് കാണിക്കുക, വൈ ഒഴിയല് വൈ ഇപ്പൊ പെർപെൻഡിക്കുലർ ആയിരിക്കും, എന്നിട്ട് ഇങ്ങനെ കാണിക്കുക. ഇതാണ് ഒരു പി സെഡ് ഓർബിറ്റൽ. പി വൈ ഇവിടെ നമുക്ക് വൈ തന്നെ കാണിക്കാം. പി സെഡ് കാണിക്കണമെങ്കിൽ സെഡ് വരച്ചേക്കുക, വൈനെ ഒഴിവാക്കുക. എക്സോ വൈ കാണിക്കണമെങ്കിൽ സെഡ് ഒഴിവാക്കുക, എക്സും വൈ മൂന്ന് രണ്ട് വരച്ചാൽ മതി, രണ്ട് ആക്സിസ് വരച്ചാൽ മതി, മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് പി ഓർബിറ്റൽസിന്റെ ഓറിയന്റേഷൻ. അവിടെയും നമുക്ക് കൺഫ്യൂഷൻ ഇല്ല, എസിന് തീരെ ഇല്ല. ഇനി നമ്മൾ ഡി ഓർബിറ്റൽ വരികയാണെങ്കിൽ ചെറിയൊരു കൺഫ്യൂഷൻ. ഡി ഓർബിറ്റൽസ് എത്ര എണ്ണം ഉണ്ട്? 5 ഡി ഓർബിറ്റൽസ് ഉണ്ട്. There is only one s orbital. There are 3 p orbitals, px, py and pz, and there are 5 d orbitals. എന്തൊക്കെയാണ്? d x y, d y z, d x z, d x squared minus y squared and d z squared. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ 3 എണ്ണം കണ്ടാൽ ഒരുപോലെയാണ്, ഈ 2 എണ്ണം തികച്ചും വ്യത്യസ്തമാണ്. അതിന്റെ യഥാർത്ഥ സത്യവും പേര് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. xy യും yz ഉം zx, and a dx we can represent a dxy orbital by drawing the x-axis and y-axis. Okay, this x-axis, this y-axis, and what is the orientation of dxy orbital? It is not along x-axis or y-axis, it is in between, like this. Double dumbbell, d orbitals are having double dumbbell shape. Okay, this is the dxy orbital. മാത്രമേ ഇതിന്റെ സൈഡ് വരക്കുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും പ്ലസും മറ്റേ രണ്ടും മൈനസും വരക്കും. വേറെ കാര്യമാണ്, മനസ്സിലായത്? നിങ്ങൾ സൈഡൊന്നും വരക്കണമെന്നില്ല, കുഴപ്പം. ഈ സൈഡിന് ചാർജ് ഒന്നുമല്ല, അതെന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ പഠിപ്പിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നില്ല, തൽക്കാലം മനസ്സിലാക്കുക. dxy orbital is a s in the xy plane. xy plane എന്ന് പറഞ്ഞാൽ എന്താണ്? The plane formed by the x and y, x axis y axis കിടക്കുന്ന പ്ലെയിൻ. xy പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഒരു z axis. അപ്പൊ xy പ്ലെയിനിൽ x ആക്സിന്റെ y ആക്സിന്റെയും മിഡിൽ ആയിട്ട് കറക്റ്റ് ആയിട്ട് ഓറിയന്റേറ്റ് ആയിരിക്കുന്നത് dxy ഓർബിറ്റൽ. ഇതേപോലെയാണ് dyz ഉം dx. അപ്പൊ yz എങ്ങനെ ഉണ്ടാവും? yz വരക്കുമ്പോൾ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ x ആക്സിന് തൽക്കാലം പെർപെൻഡിക്കുലർ ആയിട്ട് ഡിമൈൻ ചെയ്യുക. ഇത് y ആക്സിസ്, ഇത് z axis, and dyz orbital is again like this in the yz plane and in between the y and z axis. ഇതേപോലെ dxz. അപ്പോൾ എന്ത് ചെയ്യുക? y നെ അങ്ങോട്ട് മറന്നടിക്കുക. y ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ മതി. Yes, this is x axis, this is the z axis, and dxz orbital will be like this in the xz plane. ഒന്ന് xy പ്ലെയിനിലാണ്, ഒന്ന് എന്താണ് yz പ്ലെയിനിലാണ്, ഒന്ന് എന്താണ് xz പ്ലെയിനിലാണ്. ഒരു പ്ലെയിന്, രണ്ടാമത്തെ പ്ലെയിന്, ഇത് രണ്ട് പെർപെൻഡിക്കുലറായ മൂന്നാമത്തെ പ്ലെയിൻ. ഓക്കെ, ഇത് പെർപെൻഡിക്കുലർ പ്ലെയിൻ ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും, മനസ്സിലുണ്ടോ? സോ ദീസ് 3 അത് ഒരേപോലെയാണ്. എന്താ വ്യത്യാസമുള്ളത്? അതും നേരത്തെ പറഞ്ഞ പോലെ there is only difference in the orientation of the orbital relative to the axis. The dxy orbital is between x and y axis. x മാത്രം പറഞ്ഞാൽ പോരാ, in the xy plane. dyz orbital is again in the yz plane and in between the y and ആ പേര് തന്നെ മനസ്സിലാവും, y and z axis. dxz orbital is in the xz plane and in between the x and z orbitals. Okay, and these 3 can be collectively called ഒറ്റ വാക്ക് പറഞ്ഞാൽ എന്ത് ഓർബിറ്റലാണ്? Interaxial orbitals. ഇത് മൂന്നും interaxial orbitals ആണ്. Interaxial means in between the axis. Okay, പക്ഷേ ഈ രണ്ടെണ്ണത്തിലേക്ക് വരുമ്പോൾ നമ്മളോട് 5 d ഓർബിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞ് 5ന് 3 എണ്ണത്തിന്റെ ഷേപ്പ് ഒരേപോലെയാണ്, യാതൊരു വ്യത്യാസമില്ല, ഓറിയന്റേഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ ഉള്ളത് എന്താണ്? dx സ്ക്വയർഡ് മൈനസ് y സ്ക്വയർഡും dz സ്ക്വയർഡും.
dx squared minus y squared orbital. ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന നേരത്തെ പ്ലസ് ടു അതിന് മുമ്പേ തന്നെ പഠിക്കുന്ന നിങ്ങൾ മറന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ പറഞ്ഞ റീകലക്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. This is the x-axis, this is the y-axis, and the ds squared minus y squared orbital will be like this. ഇതുപോലെയാണ്. Okay, this is the dxy or എന്താണ് വ്യത്യാസം? പ്രധാന വ്യത്യാസം എന്താണ്? ds squared minus y squared orbital. അതും ഏകദേശം നമ്മൾ ഇത് ഷേപ്പ് ഇതുപോലെ, പക്ഷെ ഓറിയന്റേഷൻ തികച്ചും വ്യത്യസ്തമാണ്. എവിടെയാണ്? യെസ്, ഇറ്റ് ഈസ് അലോങ് ദി ആക്സിസ്. ദീസ് ത്രീ വെർ ഇന്ററാക്സിയൽ ഓർബിറ്റൽസ്. ദിസ് ഈസ് എ ആക്സിയൽ. ഇതും കുറച്ച് മനസ്സിലാവും എന്താണ് ആക്സിയൽ ഓർബിറ്റൽസ് ആണ്. ദിയർ direction or orientation is along the axis. dxy, sorry, s squared minus y squared orbital is again in the xy plane, no doubt, and it is along the a dumbbell along x-axis and a dumbbell along a y-axis. ഇത് രണ്ടും ജോയിന്റ് ആയിട്ട് വരുന്നതാണ് ഈ ds squared minus y squared എന്ന് പറയുന്നത്. ഇനി ds squared അവിടെ നമ്മൾ z ആക്സിസ് വരച്ച് കാണിക്കുക. ഇത് x-axis, y-axis എവിടെ ഉണ്ടാവും? ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുണ്ട് y-axis. അപ്പോൾ xy പ്ലെയിൻ ഇങ്ങനെയാണ്, z ആക്സിസ് ഇങ്ങനെ പെർപെൻഡിക്കുലർ. ഈ z ആക്സിസിൽ ഒരു ഡംബൽ മാത്രം, ഡബിളില്ല ശ്രദ്ധിക്കുക. പിന്നെ എന്താണ് ഈ xy പ്ലെയിനില് ഇതാണ് xy പ്ലെയിനിലെ ഒരു ആനുലാർ റിംഗ്, ഒരു റിംഗ് ഓഫ് ഇലക്ട്രോൺ. ഇതൊക്കെ എന്താണ് നമ്മൾ ഏകദേശം ഇമാജിൻ ചെയ്യുന്ന ഇലക്ട്രോൺ ക്ലൗഡാണ്. ആ ക്ലൗഡ് ഡംബലായിട്ടും പിന്നെന്താണ് ഒരു റിംഗ് ആയിട്ടും കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ z squared orbital. ഈ ഡംബൽ ഈസ് അലോങ് z axis and the ring is in the xy plane. xy plane ഒരു റിംഗും അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഡംബൽ. ഇതാണ് ഈ z squared orbital ഷേപ്പ്. അപ്പൊ ഇത് കാണുന്നതിനാണ് ഇതും അലോങ് ദി ആക്സിസ് ആണ്, ഇതും അലോങ് ദി ആക്സിസ് ആണ്. These are the so called axial orbitals. അപ്പോൾ 5 d ഓർബിറ്റൽസിലെ 3 ഇന്ററാക്സിയൽ ഓർബിറ്റൽസ്, 2 ആക്സിയൽ ഓർബിറ്റൽസ്. ശ്രദ്ധിക്കുക, മനസ്സിലായില്ലേ? 3 ഇന്ററാക്സിയൽ ഓർബിറ്റൽസ് ഇൻ ബിറ്റ്വീൻ. പേര് നോക്കുമ്പോഴേ വ്യത്യാസപ്പെടുന്ന പേര് dxy, dyz, dxl ഒരുപോലെയാണ്. പിന്നെ സ്ക്വയർ ഒക്കെ വരുന്നത് മറ്റേ ds squared minus y squared and dz squared. മനസ്സിലായില്ലേ? ഇത് രണ്ടും ആക്സിയൽ ഓർബിറ്റൽസ് ആണ്. Their orientation is around the axis and these orbitals have an orientation in between the axis. Okay, അത് മനസ്സിലാക്കുക. Now we come back again to the crystal field theory. You have seen that in the crystal field theory, the metal atom is considered as a point positive charge. The ligands are considered as point negative. Ligand ഏതായാലും ശരി, നേരത്തെ ശ്രദ്ധിക്കുക, ligand അയോണിക്കോ കാറ്റോണിക്കോ ന്യൂട്രൽ എന്തായാലും in the crystal field theory the ligand is considered as a negatively charged species or negative charge. അതുപോലെ മെറ്റൽ ചില പ്രോബ്ലംസിൽ മെറ്റൽ പോസിറ്റീവ് ഓക്സിഡൈസ് സ്റ്റേറ്റ് ആവാം, ചിലത് സീറോ ആവാം, ചില നെഗറ്റീവ് ആവാം. എന്തായാലും ശരി മെറ്റൽ ആറ്റം is considered as a point positive charge. Ligands are considered as point negative charges and the interaction between the metal and the ligand is considered to be as purely electrostatic interaction, that is a ionic interaction. പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? നേരത്തെ നമ്മൾ കൃത്യമായിട്ട് കണ്ടു ബാലൻസ് ബോണ്ട് തിയറിയിൽ വേക്കന്റ് ഓർബിറ്റിൽ അവേക്കന്റ് ഓർബിറ്റിലേക്ക് ലിഗാൻഡിന്റെ ഫീൽഡ് ഓർബിറ്റിൽ വന്നിട്ട് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടു കഴിഞ്ഞു. അവിടെ ഓർബിറ്റൽസും ഇന്ററാക്ഷനും ഒക്കെ പറയും. ഇവിടെ അതൊന്നുമില്ല, ശ്രദ്ധിക്കുക. And the main focus is on the effect of the presence of this ligand around the metal ion on the energy of the d orbitals. എനർജി എങ്ങനെ വ്യത്യാസപ്പെടുന്നു എപ്പോഴും ഈ ലിഗാൻഡ്സ് ഒക്കെ വന്നതിന് ചുറ്റും അറേഞ്ച് ചെയ്യുമ്പോൾ ചില മാറ്റങ്ങൾ വരും. നമുക്കറിയാം സാധാരണഗതിയിൽ ഒരു മെറ്റൽ അയോൺ നമ്മളിപ്പോൾ കൺസിഡറിങ് എ ട്രാൻസിഷൻ മെറ്റൽ അയോൺ ആസ് സം ഡി അയോൺ ആയാലും കൊബാൾട്ട് ആയാലും നിക്കൽ ആയാലും കുറെ ഡി ഓർബിറ്റൽസ് ഉണ്ട്. 5 d ഓർബിറ്റൽസ് ആണ്. എന്തൊക്കെയാണ്? xy, yz, xz, s square minus y squared, z square. And we know these 5 orbitals are d orbitals are degenerate. എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്തായിരുന്നു? They have the same energy. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? If there is an electron to be filled into this d orbitals, the electron may occupy any of the 5 orbitals. Why? Because all have the
same energy, or in other words you can say there is equal probability of finding that electron in all the 5 d orbitals. ഈ ഒരു ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഒരു ഇലക്ട്രോൺ ഇവിടെയാണോ അതിൽ ഇവിടെയാണോ എന്ന് പറയാൻ പറ്റില്ല. എല്ലാ സ്ഥലത്തും അതിന് തുല്യ പ്രോബബിലിറ്റി ആണ്. ബിക്കോസ് all the 5 d orbitals have the same എനർജി വ്യത്യാസം ഉണ്ടായിരുന്നു. നമുക്കറിയാം എനർജി വ്യത്യാസം ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ഓഫ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഏറ്റവും എനർജി കുറഞ്ഞ ഓർബിറ്റിലാണ് ആദ്യം ഫില്ല് ചെയ്യുക. പക്ഷെ എനർജി ഒരുപോലെയുള്ള 5 ഓർബിറ്റൽ വരികയും അതിൽ കുറച്ച് ഇലക്ട്രോൺ ഫില്ല് ചെയ്യാൻ ചെയ്യണമെങ്കിൽ എല്ലാ സ്ഥലത്തും അതിന് ഈക്വൽ പ്രോബബിലിറ്റി ആണ്. ഓരോ സ്ഥലത്ത് ഓരോ ഇലക്ട്രോൺ കാണണമെങ്കിൽ ഈ 5 ഇലക്ട്രോൺ വേണം. 5 ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് ഓരോന്ന് കാണും. 4 വന്നാൽ ഓരോ സ്ഥലത്തും 4 ഇലക്ട്രോണിന്റെ 5-1 ഭാഗം കാണും. ഓരോ ഇലക്ട്രോണിന്റെ 5-1 ഭാഗം ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്? there is equal probability of finding the 4 electrons. എവിടെ വേക്കൻസി ഉണ്ടാവുക? വേക്കൻസിക്ക് ഈക്വൽ 5-4 വന്ന ഒരു വേക്കൻസി ഉണ്ടാവട്ടെ. ആ വേക്കൻസി നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ സ്ഥലത്തും ഈക്വൽ പ്രോബിലിറ്റി. ഒരു 0.2 പ്രോബിലിറ്റി ഇവിടെ ഉണ്ട്. ഒരു 0.2 പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? 5-1 പ്രോബിലിറ്റി ആ വേക്കൻസിക്കുണ്ട്. ഒരു ഇലക്ട്രോൺ മാത്രമേ ഉണ്ടെങ്കിലും എത്രയാണ് അതിന്റെ പ്രോബിലിറ്റി? ദ പ്രോബിലിറ്റി ഫൈൻഡിംഗ് ദാറ്റ് സിംഗിൾ ഇലക്ട്രോൺ ഇൻ ദിസ് ഓർബിറ്റൽ ഈസ് 1/5. ഇവിടെ 1/5, ഇവിടെ 1/5, ഇവിടെ 1/5, ഇവിടെ 1/5. 5-1 പോസിബിലിറ്റി. നമുക്കറിയാം ഇലക്ട്രോണിനെ പറ്റി പറഞ്ഞാൽ അതൊരു പാർട്ടിക്കിൾ ആണോ വേവ് ആണോ കൺഫ്യൂഷൻ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ വേവോ എന്താണെന്ന് വെച്ചാൽ അതിലെ 5-1 സാധ്യത ആ ഇലക്ട്രോൺ ഇവിടെ കാണാൻ കൊടുക്കാം. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ അല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദി degeneration of the 5 d orbitals. 5 d orbitals എനർജി ഒന്ന് തന്നെ ആയതുകൊണ്ടാണ് അതിന് ഈക്വൽ പ്രോബബിലിറ്റി വരുന്നത് എന്നർത്ഥം. പറഞ്ഞ മനസ്സിലായല്ലോ? ഇനി ഒരു മെറ്റൽ ആറ്റത്തെ suppose there is a metal atom and you consider an octahedral complex. octahedral complex മെറ്റൽ ചുറ്റും 6 ligands ഉണ്ട് അല്ലേ? There are 6 ligands, and in the crystal field theory these 6 ligands are considered as 6 negative charges. 6 negative charges. അപ്പോൾ ഒരു മെറ്റൽ ആറ്റത്തിന് ചുറ്റും 6 നെഗറ്റീവ് ചാർജസ് വരുമ്പോൾ and if it is spherically distributed, എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യേക പൊസിഷൻ ഒന്നുമില്ലാതെ തുല്യമായിട്ട് 6 നെഗറ്റീവ് ചാർജസ് തുല്യ അകലത്തിൽ അങ്ങനെ വന്നതിന് ചുറ്റും വന്ന് നിൽക്കുകയാണ്. അതായത് ഇവിടുത്തേക്കല്ല ചെറിയ ഡിസ്റ്റൻസും ഇതും ഒന്നാണ്, ഇത് ഒന്നാണ്. ഇങ്ങനെ കൃത്യമായിട്ട് 6 നെഗറ്റീവ് ചാർജസ് ചുറ്റും വന്ന് നിൽക്കുകയാണെങ്കിൽ അത് ആ മെറ്റൽ ആറ്റത്തിന്റെ എല്ലാ വശങ്ങളെയും ഒരേപോലെ ബാധിക്കും അല്ലേ? നേരെ മറിച്ച് 6 കൂടി ഒരു പോയിന്റ് വന്നാലോ ഈ ഭാഗത്ത് കൂടുതൽ ബാധിക്കും, ആ ഭാഗത്ത് ബാധിക്കൂല. ശരിയല്ലേ? ഇവിടെ എന്താണ്? if the 6 ligands are supposed to be yes, നമ്മൾ പറയുന്നത് 6 if it is എന്നാണ്, അല്ലാതെ അങ്ങനെയല്ല. അതാണ് വേറെ കാര്യം. ഈ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജസ് ചുറ്റും വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ മെറ്റലിന് ഞാൻ നേരത്തെ പറഞ്ഞു കുറെ ഡി ഓർബിറ്റൽസ് ഉണ്ട്. DXYയും DYZും DXZും DX2 ഒരുപാട് ഓർബിറ്റൽസ് ഉണ്ട്. ഈ ഓർബിറ്റൽസിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ഇലക്ട്രോൺസ്, ഒരു ഇലക്ട്രോൺ ഉണ്ടാവാം, 2 ഉണ്ടാവാം, 3, 4, 5, 10 വരെ ഇലക്ട്രോൺസ് ഉണ്ടാവാം. ആ ഇലക്ട്രോൺസിനൊക്കെ എന്ത് സംഭവിക്കും? ഈ വരുന്നത് ആരാണ്? നെഗറ്റീവ് ചാർജസ് ആണ്. ഇവിടെ ഇലക്ട്രോൺ ആരാണ്? അത് നെഗറ്റീവ് ചാർജ് ആണ്. സ്വാഭാവികമായും എന്ത് ചെയ്യും? അത് റിപ്പൽഡ് ആവും. സോ ദാറ്റ് ദസ് ഇലക്ട്രോൺ വിൽ ബി സംവാട്ട് എക്സൈറ്റഡ്. ഒരു എനർജി കൂടും. എന്തുകൊണ്ടാണ്? യെസ്, അല്ലെങ്കിൽ അതിനവിടെ ഇരിക്കാനുള്ള സൗകര്യം കുറയും. എന്തുകൊണ്ട് പറയുന്നത് മനസ്സിലാണെങ്കിൽ ബിക്കോസ് ഓഫ് ദി റിപ്പൾഷൻ എക്സ്പീരിയൻസ്ഡ് ഫ്രം ദി അപ്രോച്ചിങ് ലിഗാൻഡ്സ്. ഈ ലിഗാൻഡ്സിന്റെ ചുറ്റും വരുമ്പോൾ എന്താണ്? ദി എനർജി ഓഫ് ദി ഡി ഓർബിറ്റൽസ് വിൽ ഇൻക്രീസ്. ഒരു ഓർബിറ്റ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി കൂടിയ ഓർബിറ്റിൽ ഇലക്ട്രോൺ ഇരിക്കും, കുറഞ്ഞതിലിരിക്കും, കൂടിയതിരിക്കും നമുക്കറിയാം. അപ്പോൾ ഇലക്ട്രോൺ ഇരിക്കാൻ ഏറ്റവും സേറുള്ള ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി കുറഞ്ഞ ഓർബിറ്റലാണ്. And if the energy of the orbit is high, that orbital will not be occupied by electrons. If possible, of course, പറ്റുമെങ്കിൽ as far as possible, നമുക്കറിയാം electrons will occupy the lower energy orbitals. So, if the energy of the orbital becomes high because of the repulsion experienced from the approaching ligands. പറയുന്നത് മനസ്സിലാണ്? അപ്പൊ ലിഗാൻസ് നമ്മുടെ ഒരു ഇമാജിനേഷൻ ആണ്. ഈ മെറ്റലായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്തിരിക്കുകയാണ്, ലിഗാൻസ് ഒക്കെ ചുറ്റും വന്ന് ഇങ്ങനെ പൊതിഞ്ഞ് വരികയാണെങ്കിൽ ദ എനർജി ഓഫ് ദി ഡി ഓർബിറ്റൽസ് വിൽ ഇൻക്രീസ്. അപ്പൊ സ്വാഭാവികമായിട്ടും നോർമലായിട്ട് ഒരു മെറ്റലില് ഡി ഓർബിറ്റൽസിന് എനർജി ഉണ്ടായിരുന്നു അതിനേക്കാൾ കൂടുതലായിരിക്കും ഇവിടെ ഉണ്ടാവുക ഈ ലിഗാൻസിന്റെ പ്രസൻസിൽ ഉണ്ടായിരിക്കുക. എന്തുകൊണ്ട്? ബിക്കോസ് ഓഫ് ദി റിപ്പൾഷൻ ഓഫ് ദി